ചില ആളുകൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, മുസ്ലിംമാർക്കൊന്നും പറ്റൂല, അവര് പള്ളിയിലെ കാര്യം മാത്രം, അവർക്ക് വേറെ ഒന്നും പാടില്ല, അവര് രാഷ്ട്രീയം പറയാൻ പാടില്ല, അവര് വേറൊരു കാര്യം പറയാൻ പാടില്ല, പൊതുകാര്യത്തിൽ അവരിടപെടാൻ പാടില്ല. ഇങ്ങനെ ചില ആളുകളുണ്ട്, വക്രബുദ്ധിക്കാര്. അവർക്ക് ഇതൊക്കെ പറ്റൂ, സാധാരണക്കാരെ അതൊക്കെ പറയാൻ പാടും. മുസ്ലിംമാർക്കൊന്നും പറയാൻ പാടില്ല. അവര് ആര് വരണം മന്ത്രിന്നോ ആര് വരണം മുഖ്യമന്ത്രിന്നോ അതൊന്നും അവര് പറയാൻ പാടില്ല. ഇങ്ങനെ ചില അന്തംകമ്മികളുണ്ട് നമ്മുടെ നാട്ടില്. ബഹുമാനപ്പെട്ട ഹക്കീം അസേരി ഉസ്താദ് കാന്തപുരം, അദ്ദേഹത്തോട് പത്രക്കാര് ചോദിച്ചു ആരാവണമെന്ന്. അവര് പറഞ്ഞു, അത് പറയാൻ മാത്രമേ, അത് പറയേണ്ട, ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റില്ല, അത് ആർക്കും ആവാം. പിന്നെ വിസിനെ കൂടെ, വിസി അങ്ങനെ വന്നിട്ട് ആന്റണി മുമ്പ് വന്നിട്ടുണ്ടല്ലോ, അതുപോലെ വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. കാള പറ്റൂ എന്ന് കേട്ടപ്പോഴേക്ക് ചില അന്തം കമ്മികൾ പെട്ടെന്ന് അതൊന്നും കേട്ട പത്രക്കാർക്ക് എന്തെങ്കിലും വാർത്തക്കാർക്ക് കിട്ടുന്നതെങ്കിട്ട് അണ്ടടിച്ച് കച്ചാണ്. അത് സത്യമാണോ എന്താണോ എന്നറിയാതെ പണ്ഡിതന്മാരോട് കടുത്ത വെറുപ്പുള്ള സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികള് കിട്ടുന്നത് എങ്ങനെങ്കിലും ഒന്ന് എതിർക്കാൻ പറ്റുമോ അത് തക്കം പാർത്തിരിക്കുന്ന ചില കൂപമണ്ടൂകങ്ങൾ അവരങ്ങ് തുടങ്ങി എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എന്നുവെച്ചാൽ ആർക്ക് ദീൻ നോക്കിയാ പോരെ, വേറൊന്നും നോക്കണ്ട. എടോ, ഇതൊക്കെ ദീനാണ്. രാഷ്ട്രത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾ മലയാളികളാണ്, ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരാണ്. ഇന്ത്യ രാജ്യത്ത് നിങ്ങളെപ്പോലെ എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കുണ്ട്. മുസ്ലിംമാർക്കുണ്ട്. കിതാബ് ഓതി പഠിച്ചു, അവര് മുസ്ലിയാരായി എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾ ചെയ്യണതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല, നിങ്ങൾ ചെയ്യണതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾ ചെയ്യണ പോലെ എല്ലാ പണിയും മുസ്ലിംമാർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ മുസ്ലിംമാര് ചെയ്യണ പണി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ അറിയോ? അത് കുത്തുപോതണം, അല്ല ഇമാം വെക്കണം. അത് സാധാരണക്കാരായ ചില ആളുകൾക്ക് പറ്റൂല. കിതാബ് എന്തേലും പറയണം, വയല് പറയണം, പ്രസംഗിക്കണം, അത് നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ ചെയ്യണ പണിയൊക്കെ മുസ്ലിംമാർക്കും പറ്റും. മുസ്ലിംമാർക്കൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ കാലം മാറിയടോ. പണ്ടേരുന്നത് കുറെ മുമ്പ് മൊയ്ലിയര് പള്ളിയിലെ അട്ടിപ്പാത്രത്തിൽ ചോറിക്കുക, മെഹ്റാബിൽ നിസ്കരിക്കുക, വേറൊരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നൊരു മൂഢ വിശ്വാസം മുമ്പുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറി. നിങ്ങളറിയോ, കാരന്തൂര് കേരവൃക്ഷത്തിനുള്ളിൽ ഒരു വലിയ ബിൽഡിങ്ങുകളുണ്ട്, അതിന്റെ ശില്പിയുണ്ട്. മർക്കസു സഖാഫത്തി സുന്നിയ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അതിന്റെ ശില്പിയുണ്ട്. ഇന്റർനാഷണൽ നേതാവ്, ലോകത്തുള്ള എല്ലാവരുടെയും ആത്മീയത നേതാവ്, എല്ലാവരും ബഹുമാനിക്കുന്ന. ഈ കുളത്തിലെ തവളകളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഇന്റർനാഷണൽ അറിയപ്പെട്ടൊരു മഹാനേതാവുണ്ട് അവിടെ. ആ നേതാവിന്റെ അടുത്തേക്ക്, അതൊരു പണ്ഡിതനാണ്, ആ പണ്ഡിതന്റെ അടുത്തേക്ക് ജാതിമത ഭേദമന്യേ എല്ലാവരും, രാഷ്ട്രീയക്കാരാവട്ടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാവട്ടെ, എല്ലാവരും വരികയാണ് അനുഗ്രഹം മേടിക്കാൻ. അതാണ് കാരണം. എല്ലാം മുമ്പ് അങ്ങനെയൊന്നുമില്ല. മൊയ്ലിയാമാരുടെ അടുത്തേക്ക് എന്തിനാ അങ്ങോട്ട് പോകുന്നൊരവസ്ഥയെന്ന് ഇന്ന് മൊയ്ലിയര് തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്താ ചെയ്യുക? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാന്തപുര ഉസ്താദിന്റെ വളർച്ചയും അവിടത്തോടുള്ള ജനങ്ങളുടെ സ്നേഹവും അത് അള്ളാഹ് വെച്ചു കൊടുത്തതാണ്. അള്ളാഹു വെച്ചു കൊടുത്താണ്. നിങ്ങളിങ്ങനെ കിടന്ന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എത്ര വർഷമായിന്നറിയോ അസൂയ തുടങ്ങിയിട്ട്? അസൂയക്ക് മരുന്നില്ല എന്നല്ലേ? അസൂയക്കും കഷണ്ടിക്കൊന്നും മരുന്നില്ല. അപ്പൊ കഷണ്ടിക്ക് മരുന്ന് പിടിച്ചിട്ടുണ്ട്, അസൂയക്കുള്ള മരുന്നിന് യാതൊരു വഴിയും കാണാനില്ല. നിങ്ങളെ മനസ്സ് നിങ്ങൾ തന്നെ കേടെടുത്തുകയാണ്. AP ഉസ്താദിനെ കുറിച്ച് ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും എത്ര ജനങ്ങളാണെന്നറിയോ? കാരണം എത്ര ആളുകള്, കാരണം സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളായ ആളുകളും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ കടുത്ത വിരോധികളായ കള്ളത്തരീക്കത്തുകാരും ഇവർക്കൊക്കെ ഉള്ളില് വൈരാഗ്യാണ്.
ഈ വളർച്ച കണ്ടിട്ട് അവർക്ക് സഹിക്കണില്ല. രാഷ്ട്രീയ നേതാക്കൾ വന്നിട്ട് അനുഗ്രഹം മേടിക്കണ കണ്ടിട്ട് സഹിക്കണില്ല. തെരഞ്ഞെടുപ്പ് കൊണ്ട് വന്നാൽ മിക്കവാറും എല്ലാരും വരികയാണ് ഉസ്താദിന്റെ അടുത്തേക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വരികയാണ്. നിക്കാത്ത പ്രവാഹം. ഒന്നവിടെ പോയി നോക്കണം. ഈ എതിർക്കുന്നവരുണ്ടല്ലോ, അസൂയപ്പെട്ടിട്ട് വല്ലാതെ തലയിൽ അസൂയ പിടിച്ചിട്ട് വിഷമിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ, വെറുതെ ഒന്ന് അവിടെ പോയി നോക്കണം. അപ്പൊ അറിയാം അവിടുത്തെ അവസ്ഥകൾ എന്താണ്. ഇതൊന്നും തിരിയാത്ത കുറച്ചാളുകൾ എന്താ നിങ്ങൾക്ക് ദീൻ പറഞ്ഞാ പോരെ. ഒരു ചെങ്ങായി പറയാം, നിങ്ങൾക്ക് ദീൻ പറഞ്ഞാ പോരെ, നിങ്ങൾക്ക് എന്തിനാ രാഷ്ട്രീയം പറയണ. ഇത്രയും അതപ്പതിച്ചു പോയ ബുദ്ധിയില്ലാത്തൊരു വിഭാഗമുള്ളവരൊക്കെ ചിന്തിച്ചു പോവുകയാണ് ഞാൻ. മാറ്റിയെടുക്ക്. ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ തോട്ട്സ്. നിന്റെ തോട്ട്സും നിന്റെ ലൈഫും നീ ചേഞ്ച് ചെയ്താൽ നിനക്ക് നന്നായി. അല്ലാതെ ഇതിങ്ങനെ മൂത്തിട്ട് തലയിൽ വന്നിട്ട് മൂത്തിട്ടേ അസുഖം പിടിച്ചിട്ട് പിന്നെ ഈ ഒറ്റ വാക്കേ ഖുർആൻ പറഞ്ഞതാകുന്നതോളൂ, മൂത്തൂബി ഓയിലേക്കും പോയി ചത്താളിയടാന്ന്. നിങ്ങളെ ദേഷ്യം കൊണ്ടേ അല്ലാതെ ഒരു കാര്യമില്ല. എത്ര വർഷമായി ഉസ്താദിനെതിരെ എന്തെല്ലാം പറയാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി എന്നറിയോ. എന്തൊക്കെയാ പറഞ്ഞത്, ഇനി എന്തൊക്കെയാ പറഞ്ഞു കിടക്കണത്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ? അതങ്ങനെ ഗീനസ് പക്ഷിയെ പോലെ ഉയരുകയാണ്. ഒരു പന്ത് താഴേക്ക് എറിഞ്ഞാലേ അത് വളരെ എത്ര സ്പീഡിൽ എറിയണോ അത്ര കണ്ട് ഉയരുകയാണത്. എന്തിനാണ് നിങ്ങൾക്ക് തന്നെ അറിയാം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര അധികം ഉസ്താദ് ഉയരുകയാണ്. നിങ്ങൾ ഈ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളെ കൽബൊക്കെ മുരടിച്ചുപോയി. കൽബ് മുരടിച്ചുപോയി. ഒരു മുസ്ലിമിനെ തന്നെ വേദനിപ്പിച്ചാൽ, അവന്റെ ആക്കിബത്ത് മോശമാവുന്ന. ഇപ്പൊ ആലിമീങ്ങളാവുമ്പോഴോ അത് വലിയ ഗടുപ്പാണ്. അതിന് ഇസ്ലാമിനോട് സ്നേഹം വേണ്ടേ, രാഷ്ട്രീയത്തോടല്ല സ്നേഹം. രാഷ്ട്രീയം കഴിഞ്ഞിട്ടുള്ള ഇസ്ലാമുള്ള ആളുകളോട് എന്ത് പറയാനാ? ആദ്യം രാഷ്ട്രീയം, പിന്നെ ഇസ്ലാം. ഇസ്ലാമിനെതിരെ രാഷ്ട്രീയം പറഞ്ഞാൽ ഇസ്ലാമിനങ്ങ് തള്ളുക എന്നല്ലാതെ രാഷ്ട്രീയത്തെ തള്ളാൻ ആരും തയ്യാറാവൂല. ഇസ്ലാമിക വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അതിന്റെ അടിയിൽ കമന്റുകൾ തെറിയുടെ പൂരണുണ്ട്. ഇങ്ങനെ ചില കൗമികളുണ്ട്, അന്തം കമ്മികൾ എന്ന് പറഞ്ഞാൽ പോരാ, തനി കൂപമണ്ടുകങ്ങൾ, കുളത്തിലെ തവളകൾ. അവർ ലോകത്തെക്കുറിച്ച് അവർക്കറിയില്ല. അവരെ മൈൻഡിലൊക്കെ എന്തോ അടിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്. ആലിമീങ്ങളോടുള്ള വെറുപ്പും വൈരാഗ്യവും ആരൊക്കെയോ അടിച്ചു വെച്ചതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാക്കിയെടുത്തതാ. അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആരോ. ഏതായിരുന്നാലും കാലം മാറി മക്കളെ, അത് തിരിയണം കേട്ടോ. കാലം മാറി, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത്രമാത്രം ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ഉയർന്നിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. വളരെ കാര്യപ്രസക്തമായ ഒരു വിഷയം നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഇടുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അഭ്യുദയകാംക്ഷികൾ, സുന്നത്ത് ജമാഅത്തിന്റെ കരതല്ലജങ്ങളിൽ ഒരുപാട് സംഭാവന അർപ്പിച്ചവർ എല്ലാവരും ഒരുമിച്ച് AP ഉസ്താദിന്റെ പേരിലുള്ള AP സമസ്തയും അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പേരിലുള്ള EK സമസ്തയും, ഇരു പണ്ഡിതന്മാരുടെയും നേതാക്കൾ, പ്രവർത്തകന്മാർ എല്ലാവരിലേക്കും ഈ ചെറിയ എളിയവന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വോയിസ് വിടുന്നത്. എന്തിനാണ് നമ്മൾ ഇനി താമസിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ ആത്മാവിനെ തന്നെ തകർക്കാൻ വേണ്ടി ജമമുജ ഖാദിയാനി തബ്ലീഗ് അറ്റ എല്ലാവിധ ബിദ്ഈ സംഘടനകളും അതിനേക്കാൾ അപ്പുറം കള്ളത്തെരീക്കത്തുകാരും വ്യാജന്മാരും ചൂഷകന്മാരും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് സാധാരണ വളരുന്ന തലമുറ പരിശുദ്ധ ഇസ്ലാമിനെ തന്നെ താൽപര്യമില്ലാത്ത നിലയിൽ മുസ്ലിം നാമധാരികൾ മാത്രമായി അധപ്പതിക്കുന്ന ഈ സമയത്ത് ഇനി എന്തിനാണ് നമ്മൾ താമസിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമുള്ള എല്ലാവരും, EKയും APയും എല്ലാ സമസ്തയും എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കാൻ
ഇനി എന്തിനാണ് താമസിക്കുന്നത്? ഇന്ന് പണ്ഡിത തറവാട്ടിലെ കാരണവരായി ഇന്ന് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ.പി. ഉസ്താദ് ഉണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയുന്ന കാര്യത്തിൽ കിടുകിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളുണ്ട്. എപ്പോഴാണ് മരണം എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. കുറെ ആളുകൾ, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടുപോയി. അള്ളാഹു എല്ലാവരുടെയും ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇനിയും നാം എന്തിന് താമസിക്കുന്നു? നമുക്ക് ഒരുമിക്കാൻ, പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കുന്നൊരു കാഴ്ചപ്പാട്. അങ്ങനെ വന്നാൽ ആഴികൾ ഇളകി മറിഞ്ഞാലും സാനുഗിരികൾ തകർന്നാലും തൗഹീദിന്റെ നിലക്കാത്ത ഗർജനം മുഴക്കി മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ, അവരുടെ വിശ്വാസ ആദർശങ്ങൾ സംരക്ഷിക്കാൻ, എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിക്കാൻ എന്തിനാണ് നമ്മൾ ഇനിയും പിന്തിക്കുന്നത്? സുൽത്താൻ ഉലമക്ക് വയസ്സ് കുറേയായി. അതൊന്ന് മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാവുക. അവിടുത്തെ വഫാത്തിന് സമയം എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചു നിന്ന് മുന്നേറാൻ എന്തിനാണ് നമ്മൾ താമസിക്കുന്നത്? എന്താണ് നമ്മുടെ ഇടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ തടസ്സം? കഴിഞ്ഞതൊക്കെ പോട്ടെ, പാസ്റ്റ് ഇസ് ദ പാസ്റ്റ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒന്നിക്കാനുള്ള ശ്രമം നടത്തിയാൽ അള്ളാഹുവിന് അത് വലിയ ഇഷ്ടമല്ലേ? അള്ളാഹുവിന് അത് വലിയ കാര്യമല്ലേ? ഐക്യത്തിന് എപ്പോഴും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ലേ? ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? എന്താണ് നമ്മുടെ ഇടയിൽ തടസ്സം? ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് നേരിട്ട് പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് കണ്ട് അതിനുവേണ്ടി തന്നെ ഒരു പ്രസ്ഥാനം, ഒരു സംഘടന ഉണ്ടാക്കി എല്ലാവരും സമസ്ത അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇ.കെ. സമസ്തയും എ.പി. സമസ്ത അങ്ങനെ തന്നെ നിന്നോട്ടെ. ഒരു സമസ്തയുടെ സമ്മേളനം അൽഹംദുലില്ലാഹ് വളരെ ഉഷാറായി. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയൊരു സമ്മേളനം കാസർഗോഡ് നടന്നു, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ. ഇനി സമസ്തയുടെ സെന്റിനറി ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ വരുന്നു. ഇതെല്ലാവരും അങ്ങുമിങ്ങും വിജയിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇ.കെ. വിഭാഗത്തിന്റെ സമ്മേളനത്തിൽ ഒരുപാട് എ.പി. വിഭാഗത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, സാധാരണക്കാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സമസ്ത സെന്റിനറി എ.പി. വിഭാഗത്തിന്റെ സമ്മേളനവും വരാൻ പോവുകയാണ്. അതിനും എല്ലാവരും ഒരുമിച്ച് കൂടുക. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്കെതിരെ ഒറ്റക്കെട്ടായി ഒരുമയോടെ നീങ്ങാൻ അതിനുള്ളൊരു വേദി ഈ പണ്ഡിതന്മാരുണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ വരും തലമുറ പരസ്പരം അങ്ങുമിങ്ങും കൊത്തിക്കേറി അവരുടെ ഉള്ള വിശ്വാസം കൂടി നഷ്ടപ്പെടുകയാണ്. സാധാരണക്കാർ പണ്ഡിതന്മാരെ തെറി പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത്. മൻ അറാദ സൂഉൽ ഖാത്തിമത്തി ഇബ്തലാഹുല്ലാഹു ബിൽ ഹുമിൽ ഉലമാ. ആലിമീങ്ങളെ തെറി പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കള്ളത്തരീക്കത്തുകാരും അതുപോലെ വഹാബികളും നല്ലോണം ശ്രമം നടത്തുന്നുണ്ട്. സാധാരണക്കാരിത് കേട്ട് അഥവാ അവരെ കൊണ്ടും പറയിപ്പിക്കുകയാണ്. ക്രമേണ അതെല്ലാം പറഞ്ഞു അവസാനം അവരുടെ ഈമാൻ നഷ്ടപ്പെടുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഇരു സമസ്തയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ സേഫ് സോണാണ്. അതാണ് നമ്മുടെ സേഫ് സോൺ. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു ഒരുമയോടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കാൻ എന്താണ് നമ്മുടെ ഇടയിൽ തടസ്സം? എന്ത് തടസ്സമാണുള്ളത്? സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലോ ആദർശത്തിലോ ഒരാളിലും ഒരു പാഴകപ്പിഴവുമില്ല. സംഘടനാ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ നല്ല നിലയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങുമിങ്ങും സഹകരിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയുടെ കാലത്ത് തന്നെ നടക്കണം. അത് നല്ലൊരു ആഗ്രഹമാണ്, വിശ്വാസികളുടെ ആഗ്രഹമാണ്, ഓരോ സുന്നിയുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ്. ഞാൻ ഇപ്പം ഈ അടുത്തായിട്ട് എൻ്റെ ശരീക്ക് കൂടിയായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവുമായിട്ട് വീഡിയോ കോളിലൂടെ സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതാണ്, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ കിടുകിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ കഴിഞ്ഞകാല പണ്ഡിതന്മാർ ഏത് നിലയിലാണോ മുന്നോട്ട് പോയതെങ്കിൽ അതേ നിലയിൽ തന്നെ വിട്ടുവീഴ്ചയില്ലാതെ ബിദഈകൾക്കെതിരെ ശക്തമായി പോരാടാൻ ഒന്നിക്കണം, എല്ലാവരും ഒരുമിക്കണം. അതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന വഴികൾ എന്തുണ്ടോ അതെല്ലാം അടച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പാപ്പയും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദും ഇവരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഇതിനു വേണ്ടിയുള്ള വേദികൾ ഉണ്ടാക്കണം. മനസ്സിന്റെ ഉള്ളിലെ വല്ലാത്തൊരു വിങ്ങുന്നൊരാഗ്രഹമാണ്.
ഇത് ഓരോ സുന്നി പ്രവർത്തകന്റെയും മനസ്സിൽ വിങ്ങുന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് സുന്നി ഐക്യം, ഒരുമിച്ച് ആത്മാർത്ഥമായൊരു സുന്നി ഐക്യം നമുക്കിടയിൽ ഉണ്ടാകണം. സംഘടനയായിട്ട് എന്നോട്ടെ, SSF ഉണ്ടായിക്കോട്ടെ, SKSF ഉണ്ടായിക്കോട്ടെ, SYS രണ്ട് വിഭാഗത്തിൽ SYS ഉണ്ടായിക്കോട്ടെ, രണ്ട് വിഭാഗത്തിൽ സമസ്തി ഉണ്ടായിക്കോട്ടെ, അതൊക്കെ പ്രവർത്തിച്ചോട്ടെ. സംഘടനയല്ലല്ലോ പ്രശ്നം. നമ്മൾ ഒരുമിച്ച് ഒരേ വേദിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ഒരാളുടെ ഇടയിലും ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു പോകാൻ ഒരു ശ്രമം നടത്തണമെന്ന് ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിലെ വിങ്ങലാണ്, ആഗ്രഹമാണ്. അള്ളാഹു അത് സാധിപ്പിച്ചു തരട്ടെ എന്ന് എത്ര കാലമായി നിഷ്പക്ഷമതികളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. അതെന്തിനാണ്? ആരാണതിന് തടസ്സം നിൽക്കുന്നത്? ആ തടസ്സം നിൽക്കുന്ന തടസ്സത്തെ തട്ടിമാറ്റിയിട്ട് ഒന്നിച്ചു മുന്നോട്ട് പോകാൻ ഒരു വേദി ഉണ്ടാക്കണമെന്ന് വളരെ റിക്വസ്റ്റോടെ, താഴ്മയോടുകൂടെ ഓരോ പ്രവർത്തകന്റെയും മനസ്സിലുള്ള ആഗ്രഹം തുറന്നു പറയാണ്. ഇതെല്ലാവരും ഒന്ന് കേൾക്കണം, മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.